Hello, welcome to our seminar. Today the topic on which I am going to take class is polarizing power of cations and polarizability of anions. So before going directly to the chapter or directly to the topic, first of all I would like to say about polarizing power and polarizability. Just differentiate between these two terms. So what is polarizing power? Polarizing power means it is the ability of an ion to polarize another ion. So here polarizing power of cation means it is the power of cation to polarize an anion. What is polarizability? It is the ability of anion to get polarized. Okay. I think you got it. Now let's go to the topic. So we know there are two types of ions, cations and anions. We know cations are positively charged ions. Cations positively charged ആണ്, അതുപോലെ anions are negatively charged ആണ് anions. അപ്പോൾ നമുക്കറിയാം cations being positively charged, they are small in size. Cations are comparatively small in size compared to anions. Anionsനെ കമ്പയർ ചെയ്യുമ്പോൾ cationസിന്റെ സൈസ് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. പോളറൈസേഷൻ ഓഫ് ദ ആനയോൺ. When oppositely charged ions approach each other, the positive charge of the cation attracts the electron cloud of the anion and simultaneously repels its nucleus. As a result, the anion gets distorted, its electron cloud getting elongated towards the cation. The deformation of the anion caused by the cation is called polarization of the anion. അതായത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്, അതായത് കാറ്റിയോണും ആനിയോണും അടുത്ത് വരുമ്പോൾ ദ പോസിറ്റീവ് ചാർജ് ഓഫ് ദ കാറ്റിയോൺ അട്രാക്ട്സ് ദ ഇലക്ട്രോൺ ഓഫ് ദ ആനിയോൺ. അതായത് കാറ്റിയോൺ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ പോസിറ്റീവ് ചാർജ് ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ്, അതായത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്ട് ചെയ്യുന്നു. അതേസമയം തന്നെ ആനിയോണിൻ്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു. As a result of this continuous repulsion and attraction, a distortion is happened in the shape of anion. So, thus anion gets polarized. This is called polarization of anion by cations. Cations anionsനെ polarize ചെയ്യാണ് ഈ പ്രോസസ്സിൽ. സോ ഈ ആനയോണിനെ പോളറൈസ് ചെയ്യാനുള്ള കാറ്റിയോണിൻ്റെ കഴിവിനെയാണ് നമ്മൾ പോളറൈസിങ് പവർ എന്ന് പറയുന്നത്. ആനയോൺ പോളറൈസ്ഡ് ആവുന്നതിനെ നമ്മൾ പോളറൈസബിലിറ്റി ഓഫ് ആനയോൺ എന്ന് പറയുന്നു. ഇതേപോലെ പോളറൈസേഷൻ കാറ്റിയോണും സംഭവിക്കുന്നുണ്ട്, പക്ഷേ ഡ്യൂ ടു ദ സ്മോൾ സൈസ് ഓഫ് കാറ്റിയോൺ ഇറ്റ് ഈസ് നോട്ട് വെരി സിഗ്നിഫിക്കൻ്റ്ലി പോളറൈസ്ഡ് ബൈ ആനയോൺ. കാറ്റിയോണിൻ്റെ സ്മോൾ സൈസ് കാരണം അതിന് വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊന്നും പോളറൈസ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ആനയോണിൻ്റെ പോലെ അത്ര സിഗ്നിഫിക്കൻസ് ആയിട്ട് പോളറൈസ് ചെയ്യാൻ കാറ്റിയോണിന് സാധിക്കില്ല. If the degree of polarization of anion by the cation is quite small, the bond remains ionic, and if the degree of polarization is significant, the bond remains largely covalent. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കാറ്റിയോണ് ഇലക്ട്രോൺ ക്ലൗഡിനെ അട്രാക്ട് ചെയ്യണം, ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ കാറ്റിയോൺ അട്രാക്ട് ചെയ്യണം. അപ്പോൾ ആ ഇലക്ട്രോണ് comes in between the nucleus of cation and anion. ആനിയോണിൻ്റെയും കാറ്റിയോണിൻ്റെയും ന്യൂക്ലിയസിൻ്റെ മിഡിലായിട്ട് ഈ ഇലക്ട്രോൺ ക്ലൗഡ് വരും, അതായത് അതിൻ്റെ മിഡിലായിട്ട് ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടാവും. ഇറ്റ് ക്രിയേറ്റ്സ് എ സിറ്റുവേഷൻ സിമിലർ ടു എ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് അവിടെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അവിടെയുള്ള അയോണിക് ബോണ്ട് കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുന്നത്. നമുക്ക് പോളറൈസേഷൻ പവർ ഓഫ് കാറ്റിയോൺസ് നോക്കാം. Ability of a cation to distort the electron cloud of a nearby anion is called its polarizing power. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അടുത്തുള്ള ഒരു ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള ഒരു കാറ്റിയോണിൻ്റെ കഴിവിനെ എബിലിറ്റിയാണ് പോളറൈസിങ് പവർ എന്ന് പറയുന്നത്. ഇന്ന് കാറ്റിയോണിൻ്റെ പോളറൈസിങ് പവറിനെ ഫേവർ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്, അതായത് സ്മോൾ സൈസും ഹൈ ചാർജും. ചെറിയ സൈസുള്ള ഹൈ ചാർജുള്ള കാറ്റിയോൺസിനാണ് കൂടുതൽ പോളറൈസിങ് പവർ ഉണ്ടാവുക. അപ്പോൾ ടു ഫാക്ടേഴ്സ് ദാറ്റ് ഫേവേഴ്സ് ദ പോളറൈസിങ് പവർ ഓഫ് കാറ്റിയോൺസ് ആർ സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ്.
ഇനി നമുക്ക് വേരിയേഷൻ ഓഫ് പോളറൈസേഷൻ പവർ ഓഫ് കാറ്റയോൺസ് അലോങ് എ പീരിയഡ്, ഒരു പീരിയഡിൽ ദാറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺസ് റൈസസ് അലോങ് എ പീരിയഡ്, അതായത് അലോങ് എ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് എന്തുകൊണ്ടാണ്? അതിന് രണ്ട് കാരണങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത് ഫേവർ ചെയ്യുന്നത്, സ്മോൾ സൈസും ഹൈ ചാർജും. അത് രണ്ടും ഇവിടെ ഉണ്ട്. അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമുക്കറിയാം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണമായിട്ട് സൈസ് ഡിക്രീസ് ചെയ്യും, ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. ആറ്റത്തിൻ്റെ ആണെങ്കിലും അയോണിൻ്റെ ആണെങ്കിലും സൈസ് ഡിക്രീസ് ചെയ്യും. സൈസ് ഡിക്രീസ് ചെയ്യുന്ന എന്താണ്? ഇറ്റ് ഫേവേഴ്സ് ദ ഇൻക്രീസ് ഇൻ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ. അതുപോലെ തന്നെ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ചാർജും ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ സെക്കൻഡ് പീരിയഡ് എടുത്താൽ ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, അതിൻ്റെ ചാർജ് നോക്കൂ. ലിഥിയം +1 ആണ്, ബെർലിയം 2+ ആണ്, ബോറോൺ 3+ ആണ്, കാർബൺ 4+ ആണ്. ചാർജ് ഈസ് ഇൻക്രീസിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് സൈസ് ഈസ് ഓൾസോ ഡിക്രീസിങ്. സോ പോളറൈസിങ് പവർ ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരിയഡ്. ഇനി അടുത്തത് വേരിയേഷൻ ഓഫ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺസ് ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ഡൗൺ എ ഗ്രൂപ്പ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ എങ്ങനെ വേരി ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ചാർജിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഗ്രൂപ്പ് എടുത്താൽ അതിൽ ചാർജ് വ്യത്യാസമില്ല, സെയിം ചാർജാണ് ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അതുകൊണ്ട് ചാർജിന് ഇവിടെ വലിയ എഫക്റ്റ് ഇല്ല. സോ നമുക്ക് സൈസ് മാത്രം നോക്കിയാൽ മതി. ഡൗൺ എ ഗ്രൂപ്പ് സൈസ് ഈസ് ഇൻക്രീസിങ്, സോ ഇറ്റ് ഡസ് നോട്ട് ഫേവേഴ്സ് ദ ഇൻക്രീസ് ഇൻ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ. അതുകൊണ്ട് തന്നെ ഡൗൺ ദ ഗ്രൂപ്പ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിന് എക്സാമ്പിൾ എടുക്കാം. ബെർലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം. ചാർജ് എല്ലാത്തിൻ്റെയും സെയിം ആണ്, അതുകൊണ്ട് തന്നെ ചാർജിന് ഗ്രൂപ്പിൽ നോ എഫക്റ്റ്. സോ സൈസ് എടുക്കുകയാണെങ്കിൽ വി നോ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഇൻക്രീസസ്, സോ ഡൗൺ ദ ഗ്രൂപ്പ് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺസ് ഇൻക്രീസസ്. ഇനി നമുക്ക് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസിലേക്ക് പോകാം. പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സസെപ്റ്റബിലിറ്റി ഓഫ് ആൻ ആനയോൺ ടു അണ്ടർഗോ ഡിസ്റ്റോർഷൻ ബൈ എ നിയർ ബൈ കാറ്റയോൺ ഈസ് കാൾഡ് ഇറ്റ്സ് പോളറൈസബിലിറ്റി. അതായത് അടുത്തുള്ളൊരു കാറ്റയോൺ കൊണ്ട് പോളറൈസ് ചെയ്യാനുള്ള പോളറൈസ്ഡ് ആവാനുള്ള ഒരു ആനയോണിൻ്റെ ആ സസെപ്റ്റബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാറ്റയോണിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആനിയോണിൻ്റെ പോളറൈസബിലിറ്റിയെ ഫേവർ ചെയ്യുന്നതായിട്ടും രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ലാർജ് സൈസ് ആണ്. കാറ്റയോണിൻ്റെ സൈസ് കേസിൽ നമ്മൾ സ്മോൾ സൈസ് എന്നാണ് പറഞ്ഞത്, ബട്ട് ഇൻ ദ കേസ് ഓഫ് ആനിയോൺ ഇറ്റ് ഈസ് ലാർജ് സൈസ്. അതുപോലെ തന്നെ ഹൈ ചാർജ്, അത് രണ്ട് കേസിലും ഹൈ ചാർജ് ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. കാറ്റയോണിൻ്റെ കേസിൽ സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ്, ആനിയോണിൻ്റെ കേസിൽ ലാർജ് സൈസ് ആൻഡ് ഹൈ ചാർജ്. ഇനി നമുക്ക് ആനിയോണിൻ്റെ വേരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അലോങ് എ പീരിയഡ്, വേരിയേഷൻ ഓഫ് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് അലോങ് എ പീരിയഡ്. പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ ഡിക്രീസസ് അലോങ് എ പീരിയഡ്. കാറ്റയോണിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് കാറ്റയോണിൻ്റെ പോളറൈസിങ് പവർ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്, കാരണം സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അത് പോളറൈസിങ് പവർ ഓഫ് കാറ്റയോണിനെ ഫേവർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് അലോങ് എ പീരിയഡ് കാറ്റയോണിൻ്റെ പോളറൈസിങ് പവർ ഇൻക്രീസ് ചെയ്തത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ആനിയോൺ ദ ഫാക്ടർ ദാറ്റ് ഫേവേഴ്സ് ഇറ്റ്സ് പോളറൈസബിലിറ്റി ഈസ് ലാർജ് സൈസ്. പക്ഷേ അലോങ് എ പീരിയഡ് സൈസ് ഈസ് ഡിക്രീസിങ്, റൈറ്റ്? So it does not favor the increase in polarizability of anions. അതുപോലെ തന്നെ from left to right of a period the charge of an anion is decreasing. Charge decrease ചെയ്യുകയും ചെയ്യാണ്. So both the factors are not favoring the increase in polarizability of anions. അതുകൊണ്ട് തന്നെ along a period the polarizability of anion is decreasing. നമുക്ക് ഫോർ എക്സാമ്പിൾ സെക്കൻഡ് പീരിയഡ് ആനിയോൺസ് എടുത്ത് നോക്കിയാൽ സെക്കൻഡ് പീരിയഡിൽ വരുന്നത് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അതിൻ്റെ ചാർജ് നോക്കൂ, 4 - 3 - 2 - 1 - എന്ന് പറഞ്ഞിട്ട് ഡിക്രീസ് ചെയ്ത് പോവാണ്. സോ ചാർജ് ഈസ് ഡിക്രീസിങ്. അറ്റ് ദ സെയിം ടൈം സൈസ് ഈസ് ഓൾസോ ഡിക്രീസിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. സോ അലോങ് എ പീരിയഡ് ദ പോളറൈസബിലിറ്റി ഓഫ് ആൻ ആനിയോൺ ഈസ് ഡിക്രീസിങ്.
ഈ വേരിയേഷൻ ഓഫ് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് ഡൗൺ എ ഗ്രൂപ്പിൽ ആനിയോൺസിൻ്റെ പോളറൈസബിലിറ്റി എങ്ങനെ നോക്കാം. പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് റൈസസ് ഡൗൺ എ ഗ്രൂപ്പ്. ദാറ്റ് മീൻസ് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ് എന്താണ് ഡൗൺ എ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യാണ്. കാറ്റയോണിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഡൗൺ എ ഗ്രൂപ്പ് പോളറൈസബിലിറ്റി ഓഫ് anion is increasing because size is increasing down the group. ഗ്രൂപ്പിൻ്റെ കേസിൽ വരുമ്പോൾ ചാർജിന് നോ എഫക്റ്റ് ബിക്കോസ് ഇൻ എ സെയിം ഗ്രൂപ്പ് സെയിം ചാർജാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൻ്റെ കേസിൽ കാറ്റയോണിലാണെങ്കിലും ആനിയോണിലാണെങ്കിലും ചാർജ് ഹാസ് നോ എഫക്റ്റ് ഓൺ പോളറൈസിങ് പവർ ആൻഡ് പോളറൈസബിലിറ്റി ബോത്ത്. അപ്പോൾ സൈസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് ഓഫ് ആനിയോൺ ഈസ് ഇൻക്രീസിങ്, സോ ഇറ്റ് ഫേവേഴ്സ് ദ ഇൻക്രീസിങ് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺസ്. എക്സാമ്പിൾ എടുത്താൽ ഹാലൈഡ് അയോൺസ്, അതായത് 17th ഗ്രൂപ്പ് എടുത്താൽ ഡൗൺ ദ ഗ്രൂപ്പ് ദാറ്റ് ഈസ് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡീൻ സൈസ് ഈസ് ഇൻക്രീസിങ് അറ്റ് ദ സെയിം ടൈം charge is same. So down the group polarizability of anions is increasing. Okay, that's all for today. Thank you.